അസ്സലാമലൈക്കും. ആൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞില്ലേ, എല്ലാവരും സന്തോഷമൊക്കെ ആയിട്ട് പെരുന്നാളൊക്കെ കഴിച്ചില്ലേ. നമുക്ക് വല്ലാത്തൊരു ഇടങ്ങേറേനി കേട്ടോ മനസ്സിക്ക് പെരുന്നാൾ. അപ്പോൾ കാരണമൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ തലേന്ന് തന്നെ ഉള്ളിയൊക്കെ തോല് പൊളിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ തലേന്നത്തെയും പെരുന്നാളിൻ്റെയും വീഡിയോ ഒന്നിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ തലേന്നത്തെ വീഡിയോ ഒക്കെ ഇന്നലെ ഇടേണ്ടതിന് പക്ഷേങ്കിൽ അതിനൊന്നും നമുക്ക് മനസ്സിനൊരു സുഖമല്ലായിട്ട് വീഡിയോ ഒന്നും ഇട്ടില്ല കേട്ടോ. നമുക്ക് മനസ്സിന് സന്തോഷമാണല്ലോ, എന്താഘോഷിക്കണമെങ്കിലും എന്ത് ഇതാകണമെങ്കിലും നമുക്ക് മനസ്സിന് സമാധാനം ഉണ്ടെങ്കിലല്ലേ എല്ലാത്തിനൊരു ഉത്സാഹം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാട്ടോ പെരുന്നാൾ കഴിച്ചത്. മൂത്തച്ഛന്മാരും ഞങ്ങളെല്ലാവരും പാടെ ഒരുമിച്ച് പെരുന്നാൾ കഴിച്ചു. അപ്പം മക്കൾ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. ഒരു മൈലാഞ്ചിയൊക്കെ ഇട്ട് നല്ല ഡാൻസും പാട്ടൊക്കെ ആയിട്ട് കളിച്ചാണ് കേട്ടോ. കുട്ടികളായാൽ അങ്ങനെ തന്നെയല്ല, നമ്മളായാലും അങ്ങനെ തന്നെ ഇല്ലേ ഇനി നല്ല സന്തോഷം ഇനിയല്ലോ അല്ലേ. നമ്മളൊക്കെ അന്ന് മൈലാഞ്ചി ഇട്ടിനിയത് വളഞ്ഞിപ്പുള്ളിയൊക്കെ കുത്തിയിട്ട് മൈലാഞ്ചി വാരിപ്പൊത്തലേനി. ഇപ്പോൾ സിങ്ങും മറ്റേ ബിഗ് ബി ഒക്കെ വന്നപ്പോൾ അതൊക്കെ എടുത്തു പോയില്ലേ. അങ്ങനെ നമ്മൾ ഇറച്ചിയൊക്കെ തലേന്ന് വേവിച്ച് വെച്ചീനി. പിന്നെ ഇത് പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ പിന്നെ ഞാൻ ഇട്ടിരിക്കണത്. പിന്നെ നമ്മൾ ചായക്ക് വെള്ളം വെച്ചു. പിന്നെ നമ്മൾ എന്താട്ടി പായസം വെക്കാനുള്ള ചൗകര്യം കേക്കിക്കാണ്ട് വെള്ളത്തിലിട്ടേക്കാണ് കേട്ടോ. നമുക്ക് പായസം വെക്കാൻ സേമിയ പായസമാണ് വെക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കാൻ കേക്കാണ് കേട്ടോ. അപ്പം ഇനിയിപ്പം പെരുന്നാളിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല നിങ്ങൾ വിചാരിച്ചില്ല എന്തേ പെരുന്നാളിൻ്റെ വീഡിയോ ഇടാഞ്ഞേന്നൊക്കെ. അതിന് വേണ്ടി ഞാൻ ചെറിയൊരു വീഡിയോ ആക്കിയാണ് എടുക്കുന്നത്. മനസ്സിക്കൊരു സുഖമില്ല കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ അപ്പം ചുട്ടു. നല്ല കടിയൊന്നും ഉണ്ടാക്കണില്ല. മൈദപ്പൊടിയല്ല നമ്മളെ ആട്ടപ്പൊടി ഉണ്ടല്ലോ, ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മൾ അപ്പം ചുട്ടെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ തിജ്ജ് കത്തിച്ചിക്കാണ്ട് അപ്പം വലിയ ചട്ടിമ്പലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കാരണം എന്ന് വെച്ചാൽ മനസ്സിക്ക് ഇടങ്ങേറെന്ന് പറഞ്ഞാൽ നമ്മളമ്മല്ലാത്തതും ഇപ്പം ഇല്ലല്ലോ, ആ ഒരു ഇടങ്ങേറ് പിന്നെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പേരൻ്റെ അടുത്ത് തന്നെ മുന്നേ തന്നെ അപ്പം നാളെ ഞാൻ പറഞ്ഞില്ലേ ഒരു കുട്ടി മരിച്ചു എന്ന്, കല്യാണം കഴിഞ്ഞ് 8 ദിവസമായപ്പോഴത്തേന് ഒരു കുട്ടി മരിച്ചു പറഞ്ഞില്ല. നമ്മളെ മുന്നേ തന്നെയാണ് ആ പേര് കേട്ടോ, നമ്മളെ കുടുംബക്കാരുമാണ്. ആ കുട്ടി മരിച്ചും ചെയ്ത ആ ഒരു ഇടങ്ങേറും മനസ്സിലുണ്ട്. അപ്പോൾ പെരുന്നാളൊന്നും വലിയൊരു ആഘോഷമൊന്നുമില്ല. അങ്ങനെ നിന്നപ്പോഴാണ് നമ്മൾ കുടിയൊക്കെ വിളിച്ചപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഞാനത്തെ വീഡിയോയിൽ ആങ്ങളുടെ ഒപ്പം പണിയെടുക്കണതാണ്. 2 ചെറുക്കന്മാർ പണിയെടുത്തപ്പോൾ ആങ്ങളുണ്ട് ഇനി ഒപ്പട്ടോ. പണിയെടുത്തപ്പം എൻ്റെ സ്ലാബ് മേത്ത് കൂടെ വീണ് ഏട്ടനും അനുസരിച്ച് ഏട്ടൻ്റെ അനുസരിച്ച് മക്കളാണ് ഓല് രണ്ടാളും മേത്തേക്ക് വീണിട്ട് ആസ്പത്രിയിൽ അഡ്മിറ്റാണ് പെരിന്തൽമണ്ണ. അതിലൊരു കുട്ടി പെരുന്നാളിൻ്റെ അന്ന് മരിച്ചു കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പം വല്ലാത്തൊരു പൊറുതിയിടുമ്പോൾ വിളിച്ച് പറഞ്ഞു അത് മരിച്ചിടിയെന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. ആങ്ങളുണ്ട് ഇനിട്ടോ അൽഹംദുലില്ലാ നല്ലൊരു ഭാഗ്യത്തിന് ഓനായിന്ന് രക്ഷപ്പെട്ടു കേട്ടോ. മനസ്സിക്ക് വല്ലാത്തൊരു ഇടങ്ങേറേന്. ഇങ്ങനത്തെ മരണങ്ങൾ കൊണ്ടൊക്കെ പഠിച്ചോൻ നമ്മളെ കാക്കട്ടെ, പെട്ടെന്നുള്ള മരണങ്ങൾ കൊണ്ടൊക്കെ. അപ്പോൾ എല്ലാവരും പണിക്കൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ച്, നമുക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ ഒക്കെ പഠിച്ചോൻ്റെ കജ്ജിലാണുള്ളത്. പിന്നെ പഠിച്ചോൻ ആയുസ് ഇത്രേ നമുക്ക് 4-ാം മാസത്തിൽ കണക്കാക്കിയേക്കുമല്ലോ, അതുവരെ നമ്മൾ ജീവിച്ചിരിക്കുള്ളൂ. എന്നാലും നമുക്ക് 5 വക്തും പഠിച്ചോനോട് തേടാം. പെട്ടെന്നുള്ള മരണങ്ങൾ കൊണ്ടും അപകട മരണങ്ങൾ കൊണ്ടൊക്കെ നമ്മളെ കാക്കണേ എന്നുള്ളത്. അപ്പം ആ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞ് അപ്പം മനസ്സിക്ക് വല്ലാത്തൊരടങ്ങേറ്. അപ്പോൾ പെരുന്നാളൊന്നും ഈ കൊല്ലത്തെ പെരുന്നാളും നമുക്ക് സന്തോഷമല്ല. അതേമാതിരി ചെറിയനാളും തന്നെ അതേമാതിരി ഇമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതും തന്നെ സന്തോഷമല്ല. ഈ പെരുന്നാളും പിന്നെ ഇമ്മയൊന്നുമില്ല. എന്നാലും നമ്മൾ കുട്ടികൾക്ക് ഭയങ്കര തൃപ്തിയാണ് നല്ല പെരുന്നാളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ വെച്ച് കിട്ടാം. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെയും ആവശ്യമൊന്നുമില്ല. നമ്മൾ വെറുംചോറൊക്കെ തന്നെ കഴിഞ്ഞ ചെറിയനാൾക്ക് നമ്മൾ വെറുംചോറൊക്കെ വെച്ചു കിട്ടാം. അപ്പോൾ ഇപ്പോഴത്തെ പെരുന്നാൾക്ക് മക്കൾ ബിരിയാണി മതിട്ടോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മൾ മസാലയൊക്കെ കൂട്ടി ബിരിയാണി വെച്ചു കേട്ടോ. അപ്പം ഇത് ചോറ് ഊറ്റലും ദമ്മിടലൊക്കെ മൂത്തച്ചിയാളാണ് കേട്ടോ. അപ്പം ഞാൻ അടിച്ചോരി തുടക്കാൻ വേണ്ടി പോയിക്കണ്. അപ്പം എന്നോട് പറഞ്ഞ് വന്ന് വീഡിയോ എടുത്തടിയായിരുന്നേ. അപ്പം ഞാൻ വണ്ടി നിൽക്കാണ്ട് ഒരു ചോറിടുന്നതും മരുന്നിടണമൊക്കെ വീഡിയോ എടുത്തിട്ട് ഞാൻ പിന്നെ എൻ്റെ പണിയെടുക്കാൻ പോയിട്ടോ. അങ്ങനെ ചോറൊക്കെ ദമ്മിട്ട് അപ്പം ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് കാട്ടണ്ടേ ബിരിയാണിയും എന്തെങ്കിലും ഒരു പണി എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഭാഗ്യമായിട്ട് ഞാൻ പാർന്നു. അങ്ങനെ ചോറൊക്കെ നമ്മൾ ദമ്മിട്ടു കേട്ടോ, അടുപ്പത്ത് വെച്ചു.
പിന്നെ അടുപ്പമത്തെ വെണ്ണൂറൊക്കെ ഒന്ന് ചൂലായിട്ട് തട്ടിയിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിച്ചാൻ പോവുകയാണ്. പിന്നെ മക്കളൊക്കെ പള്ളിക്ക് പോയിക്കണ്. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരും. അപ്പോൾ ഇതിന് ചോറ് വേണ്ടി വരുമല്ലോ. അങ്ങനെ ചോറൊക്കെ ദമ്മിട്ടു, പപ്പടം പൊരിച്ചു, പിന്നെ നമ്മൾ തൈര് ഉണ്ടാക്കി, പിന്നെ നമ്മൾ കോഴിപ്പൊരിയോ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ, ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അങ്ങനെ ആട്ടി ഇതാക്കണം. മക്കൾക്കൊക്കെ പെരുന്നാൾ പൈസ കിട്ടിയതിനുള്ള സന്തോഷമാണ് കേട്ടോ. പള്ളിയിൽ നിന്ന് ഇരുന്നപ്പോൾ അവർക്ക് എല്ലാവരും പൈസ കൊടുത്തിക്കണ്. അത് കാണിച്ചു തന്നതാണ് കേട്ടോ. പെരുന്നാൾ പൈസ കിട്ടിയതിൻ്റെ സന്തോഷമാണ്. അങ്ങനെ കൂടുതൽ പൈസ പോലെ കജ്ജി കിട്ടുമ്പോൾ എനിക്ക് വല്ലാത്തൊരു തൃപ്തിയാണല്ലോ. അങ്ങനെ പൈസ ഒക്കെ കിട്ടി, മക്കൾക്കൊക്കെ കിട്ടിയിട്ടാ. നമുക്ക് വലിയവർക്കൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ചോറൊക്കെ ഒരെണ്ണം പച്ചിട്ട് വെച്ചാൽ നമുക്ക് ചോറ് വെച്ച് തരണം. അങ്ങനെ നമ്മൾ ചോറൊക്കെ പൊട്ടിച്ചു, ഇതൊക്കെ മസാല വേറെ ഇട്ടു, ചോറ് വേറെ ഇട്ടു. അപ്പം ഇനി നമുക്ക് ചോറ് വിളമ്പാന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ചോറൊക്കെ വിളമ്പി മേശം വെച്ചിരിക്കണം കേട്ടോ. അപ്പം നിങ്ങളൊക്കെ വെച്ചോളി. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പിൽ ഞങ്ങളും ഇരിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കുട്ടികളും ഓലൊക്കെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഓലൊക്കെ ചോറ് തിന്നു. പിന്നെ നമ്മൾ ചോറ് തിന്നാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 4 ആൾക്കാരും അല്ല, ഞങ്ങൾ 5 ആൾക്കാരിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചോറ് കഴിച്ചു. പിന്നെ നമ്മളെ ബിരിയാണിയും പിന്നെ നമ്മളെ നല്ല മസാലയും തൈരും പപ്പടവും ഒക്കെ കൂട്ടിയിട്ട് ചോറ് വെച്ചു. പിന്നെ നമ്മൾ കഴിഞ്ഞ പെരുന്നാൾക്ക് നമ്മൾ നാത്തൂൻ താത്താരയിലൊക്കെ പോയിനി. അപ്പോൾ പ്രാവശ്യം പോകാനൊക്കെ പൂതി ഉണ്ടായിന് വെച്ചെങ്കിൽ കഴിഞ്ഞില്ല കേട്ടോ. നമ്മൾ ചെറിയ നാത്തൂൻ്റെ അടുത്തൊന്ന് പോയിട്ടോ. ഓളത് നമ്മളെ പേരൻ്റെ അടുത്ത് തന്നെയാണ് നാത്തൂൻ്റെ പേര. അപ്പോൾ പിന്നെ ഓളെ അടുത്തൊന്ന് പോയിട്ട് ഞങ്ങൾ പോന്നു. മറ്റോടത്തേക്ക് ചെല്ലുമോ എന്നൊക്കെ താത്താർ ചോദിച്ചിനി. അപ്പോൾ നമ്മൾ പോരുന്നില്ലായിരുന്നു കേട്ടോ, വരുന്നില്ലായിരുന്നു. കാരണം നമുക്ക് ഈ ചെറുക്കനെ മയ്യത്തിൽ കൊണ്ടുവന്നിട്ട് എപ്പോഴാണ് കൊണ്ടുവരാമെന്ന് ചോദിച്ചിനി. അപ്പം നാത്തൂൻ വിളിച്ചായിരുന്നു 4 മണിയാകുമ്പോഴാണ് എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊന്ന് പോകണം കരുതിനി. കാരണം പോകാൻ ഞാൻ മോശമല്ലേ, നമ്മളെ നാട്ടുകാരനുമാണ്. പിന്നെ ആങ്ങളുടെ അപ്പം പണിയെടുക്കണതും അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ചെല്ലാൻ ഞാൻ പറ്റൂലല്ലോ. അപ്പോൾ അഞ്ചത്തി വിളിച്ച് കണ്ടറിഞ്ഞ് ഞാൻ പോകണുണ്ട്, ഇജ്ജ് പോരണോ ചോദിച്ച്. അപ്പോൾ പിന്നെ എന്നാൽ ആയിക്കോട്ടെ ഞാനും ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പോയിട്ടാണ്. അപ്പോൾ 4 മണിയാകുമ്പോഴാണ് മയ്യത്തെടുക്കുക എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളൊരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ വന്ന് മയ്യത്തൊക്കെ കണ്ടു. വല്ലാത്തൊരു സങ്കടമായിട്ടാണ്. ആങ്ങളൊക്കെ പെരും കരച്ചിൽ. കുറേ ആയിട്ട് ഓലപ്പം തന്നെ ഇനി പണിക്ക്. അങ്ങനെ നമ്മൾ പോകുന്ന ചോറും ഇതൊന്നും വെച്ചിട്ടില്ല. ഇനിയിട്ടമ്മ തറവാട്ടിലാണ് പെരുന്നാൾ കഴിച്ചിനിയത്. അവിടെ ഒന്നും ആരും പെരുന്നാളൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ വന്നതിൻ്റെ കുട്ടികൾക്ക് കുറച്ച് നെയ്ച്ചോറും വെച്ച് കുറച്ച് കോഴിയോട് കറിയും വെച്ചു, ഇറച്ചി വരട്ടും ചെയ്തു, പപ്പടവും പൊരിച്ചു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അമ്മ വെറുംചോറ് അധികാരണം. അപ്പം അമ്മ പറഞ്ഞാൽ തലേന്നത്തെ ചോറ് ഫ്രിഡ്ജിലുണ്ട്, അത് തിളപ്പിച്ച് ഊറ്റിയായിരുന്നു. അപ്പോൾ പിന്നെ എന്നാൽ മതി എന്നാലും. അപ്പോൾ അങ്ങനെ ആ ചോറും തിളപ്പിച്ച് ഊറ്റി തിന്നു കേട്ടോ. ഒന്നും തിന്നാനും കുടിച്ചാനൊന്നും പൂതില്ല. അപ്പോൾ ഏതായാലും ഞാൻ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. സന്തോഷവും സമാധാനമൊന്നുമില്ല ഉണ്ടെങ്കിലല്ലേ നമുക്ക് പെരുന്നാളൊക്കെ ആഘോഷമുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.